ശബ്ദം സഞ്ചരിക്കുന്നതിനേക്കാൾ 5 മടങ്ങ് വേഗതയിൽ സഞ്ചരിക്കും ഹൈപ്പർസോണിക് മിസൈല്. റഫ്ലി ഒരു 6100 കിലോമീറ്റർ പെർ അവർ അങ്ങനെയൊക്കെയാണ് കണക്കാക്കിയിട്ടുള്ളത്. വേഗതയുടെ കാര്യത്തിൽ മാത്രമല്ല, മാനുവറബിലിറ്റിയുടെ കാര്യത്തിലായാലും ഫ്ലൈറ്റ് പാത്തിൻ്റെ കാര്യത്തിലൊക്കെ ആയാലും ഇത് വ്യത്യസ്തപ്പെട്ട് നിൽക്കുകയാണ് മറ്റ് മിസൈലുകളിൽ നിന്ന്. സാധാരണക്കാർക്ക് ഇതിനെ പറ്റിയിട്ട് വലിയ ധാരണ ഉണ്ടാകണമെന്നില്ല. അത്തരത്തിൽ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു ആൻറ്റി ഷിപ്പ് ഹൈപ്പർസോണിക് മിസൈല് കഴിഞ്ഞ ദിവസം DRDOയുടെ നേതൃത്വത്തിൽ ബേ ഓഫ് ബംഗാളിൻ്റെ തീരത്ത് നിന്ന് ഇന്ത്യ പരീക്ഷണ പറക്കൽ നടത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഇതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ? എന്താണ് ഈ ഹൈപ്പർസോണിക് മിസൈല്? ഹൈപ്പർസോണിക് മിസൈലിൻ്റെ കാര്യത്തിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യ എത്രമാത്രം ഉയർച്ചയിലാണ് നിൽക്കുന്നത്? വരും കാലത്തെ യുദ്ധങ്ങളെ വിജയിപ്പിക്കുന്നത് ഹൈപ്പർസോണിക് മിസൈലുകളാണ്. ഗൗതം ആദ്യം സൂചിപ്പിച്ചതുപോലെ ശബ്ദത്തെക്കാൾ ഏറ്റവും കുറഞ്ഞത് 5 മടങ്ങെങ്കിലും, അതായത് മാക് 5+ ആണ് ഹൈപ്പർസോണിക് മിസൈലുകളുടെ വേഗത. സാധാരണ ശബ്ദത്തെക്കാൾ വേഗം കുറഞ്ഞ മിസൈലുകളുണ്ട്, അതിന് സബ്സോണിക് മിസൈൽ എന്ന് പറയും. നമ്മുടെ ഇപ്പോൾ ലോകത്ത് നിലവിലുള്ള പല ക്രൂയിസ് മിസൈലുകളും സബ്സോണിക് കാറ്റഗറി പെടുന്ന, അല്ലെങ്കിൽ മാക് 1 ശബ്ദത്തോടൊപ്പമുള്ള വേഗതയിൽ സഞ്ചരിക്കുന്നതായിരിക്കും. അതിനുശേഷമാണ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ വന്നത്. നമ്മുടെ ബ്രഹ്മോസ് ആണ് അതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണം. ആ ബ്രഹ്മോസ് മിസൈലിൻ്റെ വേഗത എന്ന് പറയുന്നത് മാക് 2.8 ആണ്. ശബ്ദത്തിൻ്റെ ഏതാണ്ട് 3 മടങ്ങിലധികം വേഗത വരുന്ന ആ മിസൈൽ. അതിനുശേഷം ഇപ്പോൾ ഇനി വരാനിരിക്കുന്ന കാലത്തെ യുദ്ധങ്ങളിൽ നിർണായകമാകാൻ പോകുന്നത് ഹൈപ്പർസോണിക് മിസൈലുകൾ ആണ്. അങ്ങനെ ഒരു ഹൈപ്പർസോണിക് മിസൈൽ, അതിന് പേരിട്ടിരിക്കുന്നത് ലോങ് റേഞ്ച് ആൻറ്റി ഷിപ്പ് ഹൈപ്പർസോണിക് മിസൈൽ എന്ന്. അങ്ങനെ ഒരു മിസൈൽ ഇന്നലെ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. അതായത് വെള്ളിയാഴ്ച ആണ് ആ മിസൈൽ പരീക്ഷിക്കുന്നത്. ഒഡീഷ സംസ്ഥാനത്തിൻ്റെ തീരത്ത് നിന്നാണ്, അതായത് ബംഗാൾ ഉൾക്കടലിലേക്ക്. ഈ മിസൈല് ഈ കഴിഞ്ഞ റിപ്പബ്ലിക് ദിനത്തിൽ ഇതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് നമ്മൾ പ്രദർശിപ്പിച്ചിരുന്നു. ഇത്തരം 3 തരത്തിലുള്ള മിസൈലുകളാണ് ഇപ്പോൾ ഇന്ത്യ വിഭാവനം ചെയ്യുന്നത്. ഒന്ന്, ഇത് ഇന്നലെ പരീക്ഷിച്ച മിസൈലിൻ്റെ പരിധി 1500 കിലോമീറ്റർ ആണ്. അതുകൂടാതെ ഇത് ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ, ഒരു കാറ്റഗറിയിൽ പെടുന്ന ഹൈപ്പർസോണിക് മിസൈലാണ്. ഇനി ഇതിൻ്റെ ലോങ് റേഞ്ച് വെർഷൻ 2 തരത്തിലുണ്ട്. അതായത് കപ്പൽ വേധ മിസൈലായ ഇന്നലെ പരീക്ഷിച്ചത്, അതിൻ്റെ ദൂരപരിധി ഇപ്പോഴത്തെ 1500-ൽ നിന്നും 3000 തൊട്ട് 5000 കിലോമീറ്റർ എന്ന പരിധിയിലേക്ക് ഇന്ത്യ കൂട്ടാൻ പോവുകയാണ്. അതിനുശേഷം 10000 കിലോമീറ്റർ ദൂരപരിധിയുള്ള, അത് കപ്പൽ വേധ മിസൈലല്ല, അത് കരയിൽ നിന്നും കരയിലേക്ക് വിക്ഷേപിക്കുന്ന, അതും ഒരു ഗ്ലൈഡ് വെഹിക്കിൾ കാറ്റഗറിയിൽ പെടുന്ന മിസൈലാണ്. ഇനി മറ്റൊരു മിസൈൽ ഇന്ത്യ വികസിപ്പിക്കുന്നുണ്ട് പ്രൊജക്ട് വിഷ്ണുവിൻ്റെ ഭാഗമായിട്ട്. അത് ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ്. അതായത് അതിന് സ്ക്രാംജെറ്റ് എന്ന് പറയുന്ന ഒരു എൻജിൻ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഹൈപ്പർസോണിക് മിസൈലാണ്. അപ്പം ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിലെ ആയുധമാണ് ഹൈപ്പർസോണിക് മിസൈൽ. ബ്രഹ്മോസ് എന്ന അതായത് ആർക്കും തടുക്കാൻ പറ്റാത്ത ബ്രഹ്മോസ് എന്ന ആയുധം കൈവശമുള്ളപ്പോഴും അതിനപ്പുറത്തേക്ക് ചിന്തിക്കുകയാണ് ഇന്ത്യ. ഈ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാൻ ഒരൊറ്റ ബ്രഹ്മോസ് മിസൈലിനെ പോലും തടുക്കാൻ പറ്റാതെ അന്തം വിട്ട് നിന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. പാകിസ്ഥാന്റെ ഏതാണ്ട് 9 വിമാനത്താവളങ്ങളും എയർഫീൽഡുകളും ഈ ബ്രഹ്മോസ് ആക്രമണത്തിൽ തവിടുപൊടിയായി. പാകിസ്ഥാന്റെ വിമാനം സൂക്ഷിച്ചിരുന്ന പല ഹാങ്കറുകളും തകർക്കപ്പെട്ടു. അതുമാത്രവുമല്ല, പാകിസ്ഥാന്റെ തന്ത്രപ്രധാനമായ അണ്വായുധം സൂക്ഷിക്കുന്ന, അല്ലെങ്കിൽ ആ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകൾ തകർക്കപ്പെട്ടു. അങ്ങനെ ഈ ബ്രഹ്മോസ് അതിൻ്റെ കഴിവ് വളരെ കൃത്യമായിട്ട് ഈ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറിൽ തെളിയിച്ചു. പക്ഷെ ഇപ്പോൾ നമ്മൾ പരീക്ഷിച്ച ഈ ഹൈപ്പർസോണിക് മിസൈല് അത് യഥാർത്ഥത്തിൽ പാകിസ്ഥാനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതല്ല. പാകിസ്ഥാന് ബ്രഹ്മോസ് ഒക്കെ തന്നെ ധാരാളമാണ്. ഈ LRASHM എന്ന് പേരിട്ടിരിക്കുന്ന ലോങ് റേഞ്ച് ആന്റി ഷിപ്പ് ഹൈപ്പർസോണിക് മിസൈല് യഥാർത്ഥത്തിൽ അത് ചൈനയ്ക്കുള്ള മറുപടിയാണ്.
അത് ഇത്തരം മിസൈലുകൾ ആരുടെയൊക്കെ കൈവശമുണ്ട് എന്ന് ഗൗതം ചോദിച്ചു. ഇത് ചൈനയ്ക്കും അമേരിക്കയ്ക്കും റഷ്യയ്ക്കും മാത്രമേ ഈ മിസൈലുകൾ. അതിൽ തന്നെ ഓപ്പറേഷണലൈസ് ആയിട്ടുള്ളത് യഥാർത്ഥത്തിൽ റഷ്യയുടെ കിൻഷാൽ എന്ന് പറയുന്ന മിസൈൽ മാത്രമേ. ഈ അത് കരയിൽ നിന്നും കരയിലേക്ക് വിക്ഷേപിക്കുന്നതാണ് കിൻഷൽ. പിന്നെ മിനി കിൻഷൽ എന്ന് പറഞ്ഞൊരു റേഞ്ച് കുറഞ്ഞ ഒരു 500 കിലോമീറ്റർ പരിധിയുള്ള ഒരു കിൻഷാൽ മിസൈലുണ്ട്. ആ കിൻഷൽ മിസൈൽ എയർ ടു ലാൻഡ് ആണ്. അതായത് Su-57 അത് ഘടിപ്പിക്കാൻ വേണ്ടി അതിൻ്റെ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ട് അത് അവസാന ഘട്ടത്തിലാണ് പരീക്ഷണം. ചൈനയുടെ കൈവശവും ഒരു മിസൈലുണ്ട്. അവരത് ഡിപ്ലോയ് ഒന്നും ചെയ്തിട്ടില്ല. അതും ഈ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ എന്ന് പറയുന്ന കാറ്റഗറി പെടുന്നതാണ്. എന്താണ് ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിളും ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലും തമ്മിലുള്ള വ്യത്യാസം? അതിനൊരു സംശയം പ്രേക്ഷകർക്ക് വരാം. ഈ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ എന്ന് പറയുന്നത് ഒരു റോക്കറ്റിന്റെ പുറത്ത് കയറി, അതായത് ഒരു റോക്കറ്റിനോടനുബന്ധിച്ച് അത് ഒരു റോക്കറ്റിൽ അത് ബന്ധിപ്പിച്ചിരിക്കും. അങ്ങനെ ഈ ഒരു ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഈ ലോങ് റേഞ്ച് LRASHM അതൊരു 2 സ്റ്റേജ് റോക്കറ്റിൽ ഘടിപ്പിച്ചിരിക്കുകയാണ്. ഈ 2 സ്റ്റേജ് റോക്കറ്റ്, അതായത് 2 സ്റ്റേജ് ബൂസ്റ്ററുകളുടെ സഹായത്തോടു കൂടി അത് അന്തരീക്ഷത്തിന് പുറത്തേക്ക് പോകും. പോയിട്ട് അവിടെ വെച്ച് ആ റോക്കറ്റ് ബൂസ്റ്ററുകൾ കത്തിത്തീരുകയും ഈ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ അവിടുന്ന് റിലീസ് ചെയ്യപ്പെടുകയും ചെയ്യും. അത് പിന്നീട് ഒരു ബലിസ്റ്റിക് മിസൈൽ എങ്ങനെയാണ് ഭൂമിയിലേക്ക് വരുന്നത് ആ രീതിയിൽ ഗ്ലൈഡ് ചെയ്തിറങ്ങും. പക്ഷെ ബലിസ്റ്റിക് മിസൈൽ വരുന്നത് പോലെയല്ല. ബലിസ്റ്റിക് മിസൈല് ഒരു പ്രത്യേക പാതയിലൂടെയാണ് വരുന്നത്. അങ്ങനെ പ്രത്യേക പാതയിലൂടെ വരുന്ന ബലിസ്റ്റിക് മിസൈലുകൾക്ക് പലതും ഹൈപ്പർസോണിക് വേഗതയുണ്ട്. അതായത് ഇപ്പം ഉദാഹരണത്തിന് നമ്മുടെ അഗ്നി 5 തന്നെ മാക് 20 ഉണ്ട്. അപ്പൊ പിന്നെ ചോദിക്കാം, ഈ മാക് 20 വേഗതയുള്ള ഹൈപ്പർസോണിക് മിസൈൽ, അതായത് അത് ടെർമിനൽ ഫേസിലാണ് ബാലിസ്റ്റിക് മിസൈലുകൾ ഹൈപ്പർസോണിക് ആവുന്നത്. അതായത് ടെർമിനൽ ഫേസ് എന്ന് പറഞ്ഞാൽ അത് അവസാന ഘട്ടത്തിലെത്തും. പക്ഷെ അതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറയുന്നത് അതിന് നിശ്ചിത പാതയാണ്. അത് കാരണം വേഗത ഇത്രയധികം ഉണ്ടെങ്കിലും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് അതിനെ തടുക്കാൻ പറ്റും. കാരണം വളരെ നിശ്ചിതമായ പാതയാണ്. പക്ഷേ ഈ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിളിന് അങ്ങനെ അല്ല. അത് പിന്നെ അന്തരീക്ഷത്തിന് പുറത്തു നിന്നും റിലീസ് ചെയ്യപ്പെടുന്ന ഈ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ ആദ്യം അത് മാക് 10 വേഗതയിലായിരിക്കും. അതായത് ശബ്ദത്തെക്കാൾ 10 ഇരട്ടിയിലധികം വേഗതയിൽ എത്തുന്ന ഈ മിസൈൽ പിന്നീട് അതിൻ്റെ വേഗതയ്ക്ക് കുറവ് സംഭവിക്കും. എങ്കിലും അത് മാക് 5 താഴെ പോകില്ല. അങ്ങനെയുള്ള ഈ മിസൈൽ നിശ്ചിത പാതയിലൂടെ അല്ല വരുന്നത്. അത് വളഞ്ഞും തിരിഞ്ഞും പുളഞ്ഞും ചിലപ്പോൾ S ആകൃതിയിലൊന്ന് കറങ്ങിയും അങ്ങനെയൊക്കെയാണ് വരുന്നത്. അത് കാരണം വേഗതയും പിന്നെ പ്രവചനാതീതമായ പാതയും ഇത് രണ്ടും കൂടി ചേരുമ്പോൾ അത് ആർക്കും തടുക്കപ്പെടാനാവാത്ത ഒരു മിസൈലായിട്ട് മാറുന്ന അങ്ങനെയാണ്. അതാണ് ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിളിന്റെ പ്രത്യേകത. ശരിക്കും പറഞ്ഞാൽ ഈ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിളിൽ നിങ്ങൾ അത്ഭുതപ്പെടും, അതിൽ എഞ്ചിനില്ല. അത് ഈ ബഹിരാകാശത്ത് നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന അതിൻ്റെ വരവിൻ്റെ വേഗത കൊണ്ട് തന്നെയാണ് അത് പോകുന്നത്. പക്ഷേ എഞ്ചിൻ ഇല്ലാത്തത് കാരണം അത് നിയന്ത്രിക്കാനും വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഇന്നലത്തെ മിസൈലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ചില ഇന്ത്യയുടെ സിസ്റ്റത്തിന്റെ വാലിഡിറ്റി ടെസ്റ്റ് ചെയ്യുകയായിരുന്നു. അതായത് പ്രിസിഷൻ അഡ്വാൻസ്ഡ് ടെർമിനൽ ഗൈഡൻസ് സിസ്റ്റം. ടെർമിനൽ ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോകുമ്പോൾ അതിനെ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനമാണ്. അതാണ് ടെർമിനൽ ഗൈഡൻസ്. അതിൻ്റെ പുതിയ അഡ്വാൻസ്ഡ് സിസ്റ്റം ഇന്നലെ അത് തദ്ദേശീയമായി നിർമ്മിച്ചതാണ്. അത് നമ്മുടെ ഹൈപ്പർസോണിക് ആൻറ്റിഷിപ്പ് ലോങ് റേഞ്ച് ആൻറ്റിഷിപ്പ് ഹൈപ്പർസോണിക് മിസൈലിൽ ഇന്നലെ പരീക്ഷിച്ചു. പിന്നെ ഇത് ഈ ഫ്ലൈറ്റിൽ ഉടനീളം അതിൻ്റെ പിന്നെ അതിൻ്റെ ആ വേഗത നിലനിർത്തുന്നുണ്ടോ എന്നുള്ളതാണ് മറ്റൊരു പരീക്ഷണം. അതും വിജയകരമായിട്ട് പൂർത്തിയാക്കി. ഇനി അതുകൂടാതെ മറ്റൊന്ന്, ഇതിൻ്റെ മിഡ് കോഴ്സ് മനൂവേഴ്സ് ഇന്നലെ നടത്തി. അതായത് അത് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ട് ഒരു ലക്ഷ്യത്തിലേക്ക് വന്നിട്ട് തിരിഞ്ഞ് വേറൊരിടത്തോട്ട് പോകും. അതിന് സാധ്യമാണ്. ഇത്തരം തന്ത്രപ്രധാനമായ ഇതെല്ലാം കൂടാതെ ഇൻഡിജിനസ് ഏവിയോണിക്സ് എന്ന് പറയുന്നത് അവർ പരീക്ഷിച്ചു. ആ ഏവിയോണിക്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് സംവിധാനങ്ങളാണ്. തദ്ദേശീയമായിട്ട്
അത് സംവിധാനം ചെയ്ത രൂപകൽപ്പന ചെയ്ത ഏവിയോണിക്സ് ആണ്. അത് ഇന്നലെ പരീക്ഷിച്ചു. അതുപോലെ തദ്ദേശീയമായിട്ട് ഡിസൈൻ ചെയ്ത സെൻസറുകൾ അതും പരീക്ഷിച്ചു. അങ്ങനെയുള്ള നിരവധി പരീക്ഷണങ്ങൾ ഇന്നലെ നടത്തി. അതാണ് ഇന്നലത്തെ ഫ്ലൈറ്റ് ടെസ്റ്റിന്റെ വിജയത്തിന്റെ പിറകിലുള്ള മറ്റൊരു മഹത്വം, അല്ലെങ്കിൽ അതിന്റെ പ്രത്യേകത. അങ്ങനെ നിരവധി ഫ്ലൈറ്റ് ടെസ്റ്റുകൾ നടത്തി അത്തരം ഒരു മിസൈല് ഇന്നലെ നമ്മൾ വാലിഡേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ പരിമിതമായ രീതിയിൽ ഇതിന്റെ പ്രൊഡക്ഷൻ തുടങ്ങിക്കഴിഞ്ഞു. ഇതിന്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ചൈന എപ്പോഴും വീമ്പിളക്കുന്ന ഒരു സംഭവമാണ്. ചൈനയ്ക്കൊരു ക്യാരിയർ കില്ലർ മിസൈൽ ഉണ്ടെന്നാണ് ചൈന പറയുന്നത്. അതൊരു ബാലിസ്റ്റിക് മിസൈലാണ്. ക്യാരിയർ കില്ലർ എന്ന് പറഞ്ഞാൽ ഒരു വിമാനവാഹിനി കപ്പലിനെ നശിപ്പിക്കാനുള്ള ശേഷിയുള്ള മിസൈലാണ്. ഈ മൂവിങ് ടാർഗറ്റിനെ എതിരെ പ്രയോഗിക്കുന്ന, അതായത് ചലിക്കുന്ന ലക്ഷ്യസ്ഥാനങ്ങൾക്കെതിരെ പ്രയോഗിക്കുന്ന മിസൈല് സാധാരണ ഒരു മിസൈലല്ല. അത് ലക്ഷ്യസ്ഥാനം കൃത്യമാണെങ്കിൽ അത് നേരത്തെ തന്നെ ഫീഡ് ചെയ്ത് വെക്കാം. പക്ഷെ ലക്ഷ്യസ്ഥാനത്തിന്റെ പൊസിഷൻ മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ മാറിക്കൊണ്ടിരിക്കുന്ന, അതായത് നീങ്ങുന്ന ലക്ഷ്യസ്ഥാനത്തിന്റെ വേഗത കണക്കാക്കി ആ രീതിയിൽ വേണം ഈ മിസൈലിൽ ഈ വിവരങ്ങൾ ഫീഡ് ചെയ്യേണ്ടത്. സ്വാഭാവികമായിട്ടും അതിന് കുറച്ചുകൂടി വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറും അതുപോലെ ഗൈഡൻസ് സംവിധാനങ്ങളും, ഞാനീ പറഞ്ഞ ഏവിയോണിക്സ് എന്ന് പറയുന്ന ഇലക്ട്രോണിക് സംവിധാനങ്ങൾ, ആ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ എല്ലാം വളരെ കൃത്യമാകണം. അതായത് നാവിഗേഷൻ സിസ്റ്റം, അതല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ഫ്ലൈറ്റ് കൺട്രോള്, അതുപോലെ ത്രെറ്റ് ഡിറ്റക്ഷൻ, അതായത് ശത്രുക്കൾ ഇതിനെതിരെ ആന്റി മിസൈൽ സിസ്റ്റം പ്രയോഗിക്കും. ഇതെല്ലാം മുൻകൂട്ടി തന്നെ ഈ മിസൈലിൽ ഇതിനൊക്കെ പ്രതിരോധിക്കാൻ ഈ മിസൈൽ തയ്യാറെടുക്കുക. ഇതെല്ലാം തന്നെ തദ്ദേശീയമായി വികസിപ്പിച്ച സംവിധാനങ്ങളാണ് ഈ മിസൈലിലുള്ളത്. അതാണ് ഈ മിസൈലിന്റെ ഒരു പ്രത്യേകത. ചുരുക്കി പറഞ്ഞാൽ ഈ മിസൈല് എന്താണ് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഇതിലൊരു സംശയം എന്ന് പറയുന്നത്, ഇതിൽ ഇന്ത്യക്ക് നിരവധിയായിട്ടുള്ള മിസൈൽ പ്രോഗ്രാമുകളുണ്ട്. ഇപ്പം അഗ്നി ഉണ്ട്, ബ്രഹ്മോസ് ഉണ്ട്, പൃഥ്വി ഉണ്ട്. ഇതൊക്കെ ഇന്ത്യയുടെ മിസൈൽസുകളാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മിസൈലുകൾ ഉപയോഗിച്ചാൽ പോരെ, എന്തിനാണ് ഒരു ഹൈപ്പർസോണിക് മിസൈലിന്റെ ആവശ്യമെന്ന് കുറേയധികം ആളുകൾക്ക് സംശയം ഉണ്ടാകും. അല്ല, അത് ഞാൻ ആദ്യമേ പറഞ്ഞു. അതായത് വരും കാലത്തെ മിസൈലാണ് ഹൈപ്പർസോണിക് മിസൈൽ. ശബ്ദത്തെക്കാൾ വേഗത കുറഞ്ഞവ, അല്ലെങ്കിൽ നിശ്ചിത പാതയിലൂടെ വരുന്നവ, ശബ്ദത്തിന്റെ വെറും 3 ഇരട്ടി മാത്രം വേഗതയുള്ളൂ. ഈ കാറ്റഗറിയിലാണ് ഗൗതം ഇപ്പോൾ പറഞ്ഞ മിസൈലുകളൊക്കെ. ഇപ്പം അഗ്നി എന്ന് പറയുന്നത് ഒരു പരമ്പരാഗത രീതിയിലുള്ള ബലിസ്റ്റിക് മിസൈലാണ്. തീർച്ചയായിട്ടും നമ്മൾ അഗ്നി 5 വലിയ അഡ്വാൻസ്ഡ് ആണ്. കാരണം അതിന് MARV ടെക്നോളജി ഉണ്ട്, മനുവറബിളും കൂടെ ആണ് അഗ്നി 5. പക്ഷെ അതൊക്കെ ആണെങ്കിൽ തന്നെ ഈ ഹൈപ്പർസോണിക് മിസൈലിനെ പോലെ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, അതായത് ഇത് ആകാശത്തിൽ നിന്ന് വന്നിട്ട് ഒരു ലക്ഷ്യസ്ഥാനത്തിലേക്ക് പോകുന്നത് വേണമെങ്കിൽ വേറൊരു ലക്ഷ്യസ്ഥാനത്തിലേക്ക് തിരിച്ചുവിടാം. അതായത് ഇപ്പൊ 2 കപ്പലുകൾ പോവാന്നിരിക്കട്ടെ. ഇപ്പൊ അമേരിക്കയുടെ ജെറാൾഡ് ഫോർഡും എബ്രഹാം ലിങ്കനും എന്ന് പറയുന്ന 2 വിമാനവാഹിനി കപ്പലുകൾ പോവുക. നമ്മളിത് ജെറാൾഡ് ഫോർഡിന് നേരെ പ്രയോഗിക്കാൻ ആണ് തീരുമാനിച്ചത്. പക്ഷെ ഒരു 100 കിലോമീറ്റർ അകലെ എബ്രഹാം ലിങ്കൻ എന്ന വിമാനവാഹിനി കപ്പൽ പൊസിഷൻ ചെയ്തിരിക്കുന്നു. ജെറാൾഡ് ഫോർഡിന് നേരെ വിട്ട ഈ കപ്പൽ വേണമെങ്കിൽ എബ്രഹാം ലിങ്കന് നേരെ തിരിച്ചുവിടാം. അതാണ് മിഡ് കോഴ്സ് കറക്ഷനിലൂടെ ഇവിടെ ചെയ്യാൻ പറ്റും. അതൊരു ബാലിസ്റ്റിക് മിസൈലിന് ഒരിക്കലും പറ്റില്ല. ബാലിസ്റ്റിക് മിസൈലിന് ടെർമിനൽ ഫേസിൽ ഹൈപ്പർസോണിക് വേഗത കൈവരിച്ചാലും അങ്ങനെ ഒരു കോഴ്സ് കറക്ഷൻ ഒന്നും അതിനകത്ത് സംഭവിക്കാൻ അസംഭവ്യമാണ്. മനുവറബിൾ ആണെങ്കിൽ പോലും ഒരു പരിധി വരെ ഉള്ളൂ മനുവറബിൾ. അല്ലെങ്കിൽ MIRV ടെക്നോളജി ഘടിപ്പിച്ചതാണേലും മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ്ലി റീ എൻട്രി നടത്തുന്ന അത്തരം ടെക്നോളജി ഘടിപ്പിച്ചതാണെങ്കിൽ പോലും അതിന് പരിധിയുണ്ട്. പക്ഷെ ഇവിടെ അതല്ല. ഇത് നമ്മുടെ ഇഷ്ടാനുസരണം ഇത് തിരിച്ചുവിടാം. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ രണ്ടാമത് ഇനി വരാൻ പോകുന്ന ഇതിനേക്കാൾ മാരകമായിരിക്കും വരാൻ പോകുന്ന ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ. കാരണം അത് അതായത് കടലിനോടും ഭൂമിയോടും ഒരു 10 മീറ്ററൊക്കെ ഉയരത്തിലായിരിക്കും പോകുന്നത്. റഡാറിലൊന്നും ഡിറ്റക്ട് ചെയ്യാനേ പറ്റില്ല. ഇതിന് സ്റ്റെൽത്ത് ക്വാളിറ്റിയും കൂടെ ഉണ്ട്. അതാണ് ഈ ഹൈപ്പർസോണിക് മിസൈലുകളെ കുറച്ചുകൂടി അപകടകാരിയാക്കുന്നത്. റഡാർ സിഗ്നേച്ചർ വളരെ കുറവായിരിക്കും. പിന്നെ ബ്രഹ്മോസ് എന്ന് പറയുന്ന സൂപ്പർസോണിക് ആണ്. ഹൈപ്പർസോണിക് വേഗത ബ്രഹ്മോസിനില്ല. ബ്രഹ്മോസ് എപ്പോഴും മാക് 2.8 അല്ലെ മാക് 3 ഇതുവരെ എത്തിയിട്ടില്ല, അച്ചീവ് ചെയ്തിട്ടില്ല ബ്രഹ്മോസിൽ.
പക്ഷേ ആ മാക് 2.8 പോലും തടുക്കാൻ പറ്റില്ല. അതാണ് ആ ബ്രഹ്മോസിന്റെ ഗുണം. പക്ഷേ ഈ ബ്രഹ്മോസിനെയൊക്കെ തടുക്കാൻ പറ്റുന്ന ആന്റി മിസൈൽ സിസ്റ്റംസ് വരുന്ന ദിവസങ്ങളിൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിരിക്കും. കാരണം ഈ ബ്രഹ്മോസ് മിസൈൽ ഇപ്പോൾ യുദ്ധത്തിൽ പ്രയോഗിച്ചു കഴിഞ്ഞു. ബ്രഹ്മോസിനെ കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ ഇപ്പോൾ പാകിസ്ഥാനും ചൈനയ്ക്കും അറിയും. കാരണം ആ ബ്രഹ്മോസ് മിസൈൽ വരുന്നത് റഡാറിൽ എവിടെയെങ്കിലുമൊക്കെ അത് പതിഞ്ഞിട്ടുണ്ടാവും, അതിൻ്റെ വേഗത ഉണ്ടാവും, അങ്ങനെ കുറേ കാര്യങ്ങൾ അതിനെക്കുറിച്ച്. ഇപ്പോൾ ഒരിക്കൽ ഒരു യുദ്ധത്തിൽ ഒരു മിസൈൽ പ്രയോഗിച്ചാൽ ആ മിസൈലിൻ്റെ ഫ്ലൈറ്റ് പാത്ത്, അതിൻ്റെ നാവിഗേഷൻ സിസ്റ്റത്തിനെ കുറിച്ച്, അതല്ലെങ്കിൽ അതിൻ്റെ പിന്നെ എന്താണ് ത്രട്ട് ഡിറ്റക്ഷൻ സംവിധാനങ്ങളെക്കുറിച്ച്, ഇതിനെക്കുറിച്ചൊക്കെ ശത്രുവിൻ്റെ റഡാറുകൾക്കും അത്യാവശ്യം ഇൻഫർമേഷനൊക്കെ കിട്ടും. അങ്ങനെ കിട്ടുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അതായത് ഒരു ആയുധ വികസനവും ഒരു ദിവസം കൊണ്ട് പൂർണ്ണമാവുന്നില്ല. അങ്ങനെ ചിന്തിക്കുന്നവൻ മണ്ടനാണ്. അതായത് ഈ ആയുധം ഞാൻ വികസിച്ച് കഴിഞ്ഞു, ഇനിയിപ്പോൾ എനിക്ക് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ പറ്റില്ല. എത്ര മഹത്തരമായ, എത്ര ആധുനികമായ, എത്ര മാരകമായ ആയുധമാണ് നിങ്ങൾ വികസിപ്പിച്ചെടുത്തതെങ്കിലും അത് ഓരോ ദിവസവും അത് മെച്ചപ്പെടുത്തിക്കൊണ്ടിരുന്നു. തീർച്ചയായിട്ടും. എന്തായാലും ഒരു 2 വർഷത്തിനുള്ളിൽ നിങ്ങൾ വികസിപ്പിച്ച ആയുധത്തിന് പിന്നെ പ്രസക്തിയില്ല. അതാണ് ഇതിന്റെ പ്രസക്തി. ഈ ഹൈപ്പർസോണിക് മിസൈൽ തന്നെ ഇനി ഒരുപാട് പുതിയ ഹൈപ്പർസോണിക്, അതല്ല, ഇതൊരു പ്രോജക്റ്റാണ്. ഇതിന്റെ തുടക്കമാണ് ഇന്നലെ കണ്ടത്. ഈ വരാനിരിക്കുന്നത് ആവനാഴിയിലുള്ളതിനേക്കാൾ വലിയ മാരകമുള്ളതാണ്. എന്തായാലും കൂടുതൽ വിവരങ്ങളുമായിട്ട് സമയപരിമിതികളും ഞാൻ നിർത്തുകയാണ്. കൂടുതൽ വിവരങ്ങളുമായിട്ട് വരും ദിവസങ്ങളിൽ പ്രേക്ഷകരെ സമീപിക്കാം. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത് പരമ്പരാഗതമായ ന്യൂക്ലിയർ വാർഹെഡും അതുപോലെ തന്നെ പരമ്പരാഗതമായ വാർഹെഡും അതുപോലെ ന്യൂക്ലിയർ വാർഹെഡും ക്യാരി ചെയ്യാൻ പറ്റുന്നതാണ്. 1000 മുതൽ 2000 കിലോ വരെയുള്ള വാർഹെഡുകൾ, ബോംബുകൾ ഒക്കെ ഇത് വഹിക്കും. എന്തായാലും ശരി, ഇത് തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു അപ്പർ ഹാൻഡാണ്. ഇപ്പം ഇറാന്റെ കയ്യിൽ മിസൈൽ ഉണ്ടായിരുന്നെങ്കിൽ അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലൊന്നും അതിന്റെ പരിസരത്ത് പോലും ചെല്ലത്തില്ല. പിന്നെ ചില ആൾക്കാരൊക്കെ തെറ്റിദ്ധരിക്കുന്നുണ്ട് ഇറാന്റെ കയ്യിൽ ഹൈപ്പർസോണിക് മിസൈൽ ഉണ്ടെന്ന്. ഇറാന്റെ കൈവശമൊന്നും ഹൈപ്പർസോണിക് മിസൈൽ ഇല്ല. ഉള്ളത് ഹൈപ്പർസോണിക് വേഗത കൈവരിക്കുന്ന ബലിസ്റ്റിക് മിസൈലുകൾ. അത് ലോകത്തെ എല്ലാ ബലിസ്റ്റിക് മിസൈലും ടെർമിനൽ ഫേസിൽ ഹൈപ്പർസോണിക് വേഗത കൈവരിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. അത് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞിരുന്നു, ഒന്നുകൂടി ഞാൻ ആവർത്തിച്ചു എന്നുള്ളതേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങളുമായിട്ട് വരും ദിവസങ്ങളിൽ പ്രേക്ഷകരെ സമീപിക്കും. തീർച്ചയായിട്ടും. എന്തായാലും ഒരുപാട് പ്രേക്ഷകരുടെ സംശയമൊക്കെയാണ് ഇതിലൂടെ ദൂരീകരിച്ചത്. നമ്മൾ ഈ ഇന്ത്യ ഹൈപ്പർസോണിക് മിസൈൽ വിന്യസിച്ചു, ഇന്ത്യ ആയുധ രംഗത്ത് വലിയ രീതിയിൽ കുതിക്കുന്നു എന്നൊക്കെ പറയുന്ന വാർത്തകളൊക്കെ ചെയ്യുമ്പം ചില തൽപര കക്ഷികൾ വന്നിട്ട് ഫേക്ക് ന്യൂസ് തള്ളു നടത്തുന്നു എന്നൊക്കെയുള്ള ചില അഭിപ്രായങ്ങളൊക്കെ രൂപപ്പെടുത്താറുണ്ട്. അത്തരം തൽപര കക്ഷികളായിട്ടുള്ള കുറേയധികം അതെ 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 അത്തരം സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് പ്രേക്ഷകരുടെ അറിവില്ലായ്മ ഈ വീഡിയോയിലൂടെ ദൂരീകരിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്തായാലും ഒരുപാട് നന്ദി.